ഹിന്ദുക്കളായ നമ്മളുടെ ധാർമ്മിക ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും കോട്ടം തട്ടുന്ന വിധത്തിലാണ് ഭാരതത്തിൽ ആധുനിക വിദ്യാഭ്യാസ വ്യവസ്ഥിതി പ്രകാരം സ്കൂൾ കോളേജ് തലങ്ങളിൽ ഒരൊറ്റ സമയക്രമം മാത്രം പഠിപ്പിക്കുന്നത്. വ്യത്യസ്തങ്ങളായ 11 സമയക്രമങ്ങൾ ഉണ്ടെന്ന് CK രാജു എന്ന കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ രചിച്ച ദ 11 പിക്ചേഴ്സ് ഓഫ് ടൈം എന്ന ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നത് രേഖീയമായ സമയക്രമം മാത്രമാണ്, അതായത് ലീനിയർ ടൈം. 553 AD റോമൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ കോൺസ്റ്റാന്റിനോപ്പോളിൽ വിളിച്ചു ചേർത്ത 5ാം കോൺസ്റ്റാന്റിനോപ്പോൾ സുന്നഹദോസിൽ എടുത്ത തീരുമാനപ്രകാരമാണ് അന്നുവരെ ലോക ജനത വിശ്വസിച്ചിരുന്ന ചാക്രിക സമയത്തെ തിരസ്കരിച്ച്, അതായത് സൈക്ലിക്കൽ ടൈമിനെ തിരസ്കരിച്ച് രേഖീയ സമയത്തെ വിവരദോഷികളായ ക്രിസ്ത്യൻ മതനേതാക്കന്മാർ സ്വീകരിച്ചത്. അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ ആകൃഷ്ടനായിരുന്ന പണ്ഡിതനായ ഒറിജനെ തമസ്കരിച്ചാണ് ക്രിസ്ത്യൻ മതനേതാക്കൾ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതായ ഈ തീരുമാനം കൈക്കൊണ്ടത്. ഇപ്പോൾ ഈ വടക്ക് ക്രിസ്ത്യൻ സമയക്രമമാണ് ഹിന്ദു കുട്ടികളും പഠിക്കുന്നത്. ഈ സമയക്രമം അനുസരിച്ച് പാശ്ചാത്യർ ഹിന്ദുമത ഉത്ഭവത്തിന് ഒരു കാലഘട്ടം കൽപ്പിച്ചു നൽകി. ഇടതുപക്ഷ ചരിത്രകാരിയായ റോമില ഥാപ്പർ സനാതന ധർമ്മചിന്തകൾക്ക് പ്രായം കൽപ്പിച്ചത് 1500 BC ആണ്. 1500 BC തൊട്ട് 500 BC വരെയുള്ള 1000 വർഷങ്ങൾ ചേർന്നുള്ള കാലഘട്ടത്തിലാണ് സനാതന ധർമ്മചിന്തകൾ ഉണ്ടായി വികസിച്ചത് എന്നാണ് അവരുടെ വിടക്കുവാദം. ഹിന്ദുക്കളുടെ ചാക്രിക സമയക്രമം അനുസരിച്ച് ഹിന്ദു സംസ്കാരത്തിന്റെയോ ഹിന്ദുമത ഗ്രന്ഥങ്ങളുടെയോ കാലപ്പഴക്കം ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും നിർണയിക്കാനാവുകയില്ല. ഹിന്ദുക്കളെയും ഹിന്ദു സംസ്കാരത്തെയും അളക്കേണ്ടത് ഹിന്ദു ശാസ്ത്രങ്ങൾ പ്രകാരമാവണം. വർത്തമാനകാലത്ത് തമിഴ്നാട്ടിൽ നടക്കുന്ന ആർക്കിയോളജിക്കൽ ഉത്ഖനനങ്ങൾ ഹിന്ദു സംസ്കാരത്തിന്റെ കാലപ്പഴക്കം നിശ്ചയിച്ച് വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ഹീനമായ രാഷ്ട്രീയ നീക്കമാണെന്ന് ഹിന്ദുക്കൾ തിരിച്ചറിയേണ്ടതാണ്. എന്തായാലും ക്രിസ്ത്യൻ കൂട്ടങ്ങളുടെ തെറ്റായ സമയക്രമ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ വിവരക്കേടാണ് ബജറംഗ് ദളിനെ നിശിതമായി വിമർശിച്ച പള്ളി പ്രസംഗത്തിൽ ഓർത്തഡോക്സ് സഭാ പുരോഹിതൻ വിളിച്ചു പറഞ്ഞത്. സെമിറ്റിക് ക്രിസ്തീയ രേഖീയ സമയക്രമത്തെ ഹിന്ദു മനസ്സുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും ആദ്യം തുടച്ചു നീക്കണം. ഇതിനായി CK രാജുവിന്റെ പുസ്തകത്തെ അധികരിച്ച് ഹിന്ദു സമൂഹത്തിൽ പഠനങ്ങളും ചർച്ചകളും ഉണ്ടാവേണം. ജയ് ഹിന്ദ്.